എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു എഗ്ഗ് ബിരിയാണി തയ്യാറാക്കാം. ഞാൻ പല രീതിയിലുള്ള എഗ്ഗ് ബിരിയാണി തയ്യാറാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബിരിയാണിയാണ്. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോഗ്രാം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബസ്മതി റൈസ് അല്ലെങ്കിൽ ജീരകശാല അരി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അരമണിക്കൂറിന് ശേഷം ഞാൻ അരിയിലെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അരി വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. 2-3 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1 ഏലക്ക, 2 ചെറിയ പീസ് തക്കോലം, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഒട്ടും വെന്ത് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് വെള്ളം കളഞ്ഞെടുക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള സബോള നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലൊരു ഗോൾഡൻ കളർ വരുന്ന വരെ വറുത്തെടുക്കാം. ഇത്രയും മതി. ഇനി ഇത് കോരി മാറ്റാം. ഇനി കുറച്ച് കശുവണ്ടി, 1-2 ടേബിൾ സ്പൂണ് കശുവണ്ടി എടുത്താൽ മതി. ഇതും ലൈറ്റ് ബ്രൗൺ നിറം വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അതുപോലെ കുറച്ച് കിസ്മിസും നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. 2-3 കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, 2-3 കഷ്ണം തക്കോലം, പിന്നെ 4 ഗ്രാമ്പു, ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ജാതിക്ക കൂടി ചേർക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള 4 സബോള എടുത്തിട്ടുണ്ട്. ഇത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം നല്ലൊരു ഗോൾഡൻ കളർ വരുന്നവരേക്കും വഴറ്റിയെടുക്കാം. സബോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടണം. ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇതോടൊപ്പം തന്നെ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അറ്റം കീറി കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ചേർക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്തത് വേണം ചേർക്കാനായിട്ട്. തൈരും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. ഞാൻ സബോളയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. 1/4 ടീസ്പൂണും കൂടി ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയും പുതിനയിലയാണ്, അതും കൂടി ചേർക്കാം. രണ്ടും കൂടി ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി തൽക്കാലം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 5 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
കോഴിമുട്ടയുടെ 4-5 വശത്തായിട്ട് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലേ മുളക് പൊടിയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇത്രയും മതി. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും തിക്ക് പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 ടേബിൾ സ്പൂണ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവി കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. ഇപ്പോൾ ഈ ഒരു മസാല നല്ല ഫ്ലേവറോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് റൈസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം കുറച്ച് റൈസ് ഞാൻ ഇതുപോലെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂസും ഉണക്കമുന്തിരിയും പിന്നെ സബോളയും പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇതിന് മുകളിലായിട്ട് ഒന്ന് വിതറി കൊടുക്കാം. ഇതുപോലെ റൈസ് എല്ലാം 2-3 ലെയറുകളായിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിലൊക്കെ കുറേശ്ശെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പാലിൽ കലക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ മസാലയുടെ ഫ്ലേവറൊക്കെ റൈസിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ ഇടയിൽ നിന്ന് ഇതുപോലെ പതുക്കെ മുകളിലേക്കൊക്കെ ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു എഗ്ഗ് ബിരിയാണിയാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്